ഭൂരിഭാഗം മലയാളികളുടെയും പ്രിയ ഭക്ഷണം ഏതാണെന്ന് ചോദിച്ചാൽ അതിനുത്തരം പൊറോട്ട എന്നായിരിക്കും. പൊറോട്ട കഴിക്കാത്തവർ ചുരുക്കമാണ്. എന്നാൽ ഇതിന് ഉപയോഗിക്കുന്ന മൈദമാവ് നമ്മുടെ ആരോഗ്യത്തിന് വില്ലനാവുന്ന കാര്യം പലരും ശ്രദ്ധിക്കുന്നില്ല. മിക്ക അടുക്കളകളിലെയും ഒരു പ്രധാന ചേരുവയാണ് മൈദമാവ്. രാവിലത്തെ പൂരിയാകട്ടെ, വൈകുന്നേരത്തെ ലഘുഭക്ഷണമാകട്ടെ, ബിസ്ക്കറ്റോ റൊട്ടിയോ എന്ത് തന്നെ ആയാലും ഇതിലെ പ്രധാന ചേരുവയായി മൈദമാവ് മുന്നിൽ തന്നെയുണ്ട്. ബേക്കറികളിൽ നിന്നും വാങ്ങുന്ന പഫ്സുകൾ മുതൽ കേക്കുകൾ വരെ സ്വാദിഷ്ടമായ ഒട്ടുമിക്ക വിഭവങ്ങളും തയ്യാറാക്കുന്നതിന് മൈദമാവ് ഒഴിച്ചുകൂടാനാവാത്തതാണ്. മൈദമാവ് ആരോഗ്യത്തിന് നല്ലതല്ലെന്ന വാചകം നമ്മൾ പലപ്പോഴായി കേൾക്കുന്നതാണ്. എന്തുകൊണ്ടാണ് മൈദയുടെ ഉപയോഗം ശരീരത്തിന് അനാരോഗ്യകരമായി മാറുന്നതെന്ന് മനസ്സിലാക്കേണ്ടതും പ്രധാനമാണ്. ഇതിന് പ്രധാന കാരണം ഈ മാവ് പ്രോസസ് ചെയ്തെടുക്കാനായി ഉപയോഗിക്കുന്ന കെമിക്കലുകളാണ്. ചൈന, ഇംഗ്ലണ്ട്, യൂറോപ്പ് തുടങ്ങിയ പല രാജ്യങ്ങളിലും നിരോധിച്ച കെമിക്കലുകളാണ് ഇവ. മൈദയുടെ ഉപയോഗം വഴി ഉണ്ടാവുന്ന അനാരോഗ്യപരമായ പ്രത്യാഘാതങ്ങൾ ധാരാളമാണ്. മൈദയുടെ ഗ്ലൈസമിക് സൂചിക വളരെ ഉയർന്നതാണ്. അതായത് മറ്റ് സംസ്കരിച്ചിട്ടില്ലാത്ത ഭക്ഷണങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇതിൽ ഇരട്ടി കലോറി അടങ്ങിയിട്ടുണ്ട്. ഒരാൾ മൈദ ഉൾപ്പെടുത്തിയ ഭക്ഷണം കഴിക്കുമ്പോൾ കലോറി ഉപഭോഗവും ശരീരഭാരവും പെട്ടെന്ന് വർദ്ധിക്കാനുള്ള സാധ്യതയുമുണ്ട്. ശരീരത്തിൽ കലോറി ഉപഭോഗം കൂടുതലായിരിക്കുമ്പോൾ ശരീരകോശങ്ങൾക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ഗ്ലൂക്കോസ് ലഭിക്കുകയും ഇത് കൊഴുപ്പായി അടിഞ്ഞുകൂടുകയും വേഗത്തിൽ ശരീരഭാരം വർദ്ധിക്കുകയും ചെയ്യുന്നു. ദഹന വ്യവസ്ഥിതിയെ അവതാളത്തിലാക്കുന്നതിൽ ഏറ്റവും മോശപ്പെട്ട ഭക്ഷണങ്ങളിൽ ഒന്നാണ് മൈദ. ഫൈബർ ഒട്ടും തന്നെ അടങ്ങിയിട്ടില്ലാത്തതിനാൽ മൈദയ്ക്ക് ഭക്ഷണ മൂല്യം വളരെ കുറവാണ്. നാരുകളുടെ അഭാവം ദഹനത്തെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കി മാറ്റുന്നുമുണ്ട്. ഇത് മെറ്റബോളിസത്തെയും ആകിരണ പ്രവർത്തനങ്ങളെയും അനിശ്ചിതത്വത്തിലേക്ക് മാറ്റുകയും മലബന്ധത്തിനും മറ്റു ദഹന പ്രശ്നങ്ങൾക്കും കാരണമാകുന്ന അസ്വസ്ഥതകൾക്ക് വഴിയൊരുക്കുകയും ചെയ്യും. ഈർപ്പത്തിന്റെ അളവ് കുറവായതിനാൽ ദഹന വ്യവസ്ഥയെ ഇത് ഏറ്റവും ദോഷകരമായും ബാധിച്ചേക്കാം. മൈദയും പ്രമേഹ രോഗവും തമ്മിൽ പരസ്പരം അടുത്ത ബന്ധമാണുള്ളത്. ശുദ്ധീകരിച്ചതും സംസ്കരിച്ചെടുത്തതുമായ ഒരു ഭക്ഷ്യവസ്തുവിനെ കൈകാര്യം ചെയ്യാൻ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ഇൻസുലിൻ ആവശ്യമായി വന്നേക്കാം. ഇൻസുലിൻ ഹോർമോണുകളാണ് നമ്മുടെ ശരീരകോശങ്ങളുടെ പഞ്ചസാര ആകിരണം നിയന്ത്രിക്കുന്നത്. വളരെയധികം മൈദ കഴിക്കുന്നത് ശരീരത്തിൽ ഷുഗർ ലെവൽ ഉയരുന്നതിന് കാരണമാവും. ഉയർന്ന ഷുഗർ ലെവൽ പാൻക്രിയാസിന്റെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കും. തുടക്കത്തിൽ പാൻക്രിയാസ് അധിക ഇൻസുലിൻ പുറത്തുവിടുകയും ഇൻസുലിൻ വർധനവ് സജീവമാക്കുകയും ചെയ്തേക്കാം. കാലക്രമേണ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ ഇൻസുലിൻ ഉൽപാദനത്തെ നിലനിർത്താൻ ഗ്രന്ഥിക്ക് കഴിയാതെ വരികയും ഇത് ഇൻസുലിൻ പ്രതിരോധത്തിനും ടൈപ്പ് 2 പ്രമേഹത്തിനും കാരണമായി മാറുകയും ചെയ്യും. മൈദയിൽ നിർമ്മിച്ച ഭക്ഷണങ്ങളുടെ രുചി മികച്ചതായിരിക്കും. അവ ശൂന്യമായ പോഷകങ്ങളോടൊപ്പം കലോറി മാത്രം നൽകുന്നവയാണ്. പതിവായുള്ള ഉപയോഗം പോഷകാഹാരക്കുറവ് ലക്ഷണങ്ങൾ അനുഭവപ്പെടുത്തും. മൈദയുടെ പ്രോസസ്സിംഗ് സമയത്ത് തന്നെ ആവശ്യമായ എല്ലാ പോഷകങ്ങളും പ്രോട്ടീനുകളും ധാതുക്കളും എല്ലാം നശിപ്പിക്കപ്പെടുന്നുണ്ട്. അതുമാത്രമല്ല, ശുദ്ധീകരിച്ച മാവിൽ നിന്ന് തയ്യാറാക്കിയ ഭക്ഷണങ്ങൾ ശരീരത്തിൽ നിന്ന് പോഷകാകിരണം കുറയ്ക്കുന്നതിന് വഴിയൊരുക്കും. അതുവഴി ശരീരത്തിലെത്തുന്ന ധാതുക്കളിലും വിറ്റാമിനുകളിലും കുറവുണ്ടാകുന്നു.